ഹായ് ഫ്രണ്ട്സ്, മൈ ഫൈം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബെറ്റാ ഫിഷിനെ നമ്മളൊന്ന് ബോട്ടിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് മെയിലും ഫീമെയിലും നോക്കിയിട്ടൊന്നല്ല ബോട്ടിൽ ചെയ്യുന്നത്. അതായത് കുറച്ച് പേര് കുറച്ച് ഓവർ സൈസ് ആയിട്ട് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചെറിയ കുട്ടികൾക്ക് ഫീഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും, അതുപോലെ ഈ വലുതായി വന്നിട്ടുള്ള ഒരു ചെറിയ കുട്ടികളെ തിന്നാനുള്ള ചാൻസ് ഉണ്ട്, കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അവർക്ക് ചെറിയ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫിഷിനെ മാത്രം ഒന്ന് ബോട്ടിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ബോട്ടിലുകൾ റോട്ടിലിറങ്ങി തപ്പിപ്പറക്കി കുറച്ച് ബോട്ടിലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് ബോട്ടിൽ ചെയ്യാം. ആകെ ഒരു 11 ബോട്ടിലൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഇപ്പോൾ ഒന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന പഴയ ബോട്ടിലൊക്കെ ഞാൻ കൊടുത്തു, അത് ഒഴിവാക്കി വിട്ടതാണ്. അപ്പം ഇനി വീണ്ടും കുറച്ച് ബോട്ടിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബോട്ടിലുകൾ കിട്ടും. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞത് റെയിൽവേ ട്രാക്കിൽ ഇറങ്ങിയാൽ മതി, ഇഷ്ടംപോലെ ബോട്ടിൽ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം, ഒന്ന് പോയി നോക്കണം എന്തായാലും. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടംപോലെ ബോട്ടിൽ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും മെയിലോ ഫീമെയിലോ നോക്കിയിട്ടല്ല, ക്വാളിറ്റി നോക്കിയിട്ടല്ല, വലിപ്പം നോക്കിയിട്ട് ഏറ്റവും വലിയ വലിയ ആൾക്കാരെ പിടിച്ച് മാറ്റാം. ഒരു 11 ബോട്ടിൽ ഇപ്പോൾ കയ്യിലുണ്ട്. അപ്പോൾ 11 പേരെ നമുക്കിപ്പോൾ ഏറ്റവും വലുതിൽ ഒന്ന് പിടിച്ച് മാറ്റാം. ബോട്ടിൽ കട്ട് ചെയ്യാനൊന്നും ആരെയും പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ വെറുതെ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് എനിക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപഠിക്കട്ടെ വെച്ചിട്ടാണ്. ബോട്ടിൽ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു പച്ചക്കറി കരിയുന്ന ഒരു മൂർച്ചുള്ളൊരു കത്തി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ബോട്ടിൽ ഇങ്ങനെ മുറിക്കാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ ആക്സോ ബ്ലേഡോ അല്ലെങ്കിൽ മറ്റേ നൈഫ് പോലത്തെ സാധനങ്ങളോ അതൊന്നും വേണമെന്നില്ല. വളരെ സിമ്പിളായിട്ടൊരു സാധാരണ ഒരു കത്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പച്ചക്കറി മുറിക്കുന്നൊരു കത്തി അത്രേ ആവശ്യമുള്ളൂ, അല്ലാണ്ട് വലിയൊരു സെറ്റപ്പുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മുറുക്കി പിടിക്കുക, നേരെ മുറിച്ച് കൊടുക്കുക, വളരെ സിമ്പിളായിട്ട് മുറിച്ച് പോരും. പിന്നെ നമ്മുടെ 5000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ 5000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ 5000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഗിവ് അവേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് ഈ കാണുന്ന ഏഞ്ചൽ ഫിഷിൻ്റെ പെയറാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഞാനൊരു 1500 രൂപയോളം കൊടുത്ത് മേടിച്ച നല്ല അടിപൊളി പെയറാണ്. ഒരു ബാച്ച് കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ കിട്ടുമെന്നുള്ളൊരു നോക്കിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നീട് എഗ്ഗ് ചെയ്തിട്ടില്ല, കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ബാച്ച് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഗിവ് അവേ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ കൂടി എനിക്ക് വേണമെന്നുണ്ട്. അപ്പോൾ ഗിവ് അവേ എന്തായാലും ഈ ഒരു ബാച്ച് ഫിഷിനെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാട്ടോ. നല്ല അടിപൊളി കിടിലൻ ഏഞ്ചൽ ഫിഷാണ്. ഞാൻ 1500 രൂപ കൊടുത്ത് മേടിച്ചാണ്. നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും കാശ് കൊടുത്താണ് നമ്മൾ ഓരോ പെയറുകൾ ഞാൻ മേടിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഗിവ് അവേയിൽ ഫസ്റ്റ് പ്രൈസായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് തരാൻ പോകുന്ന ഫസ്റ്റ് പ്രൈസ് ഗിവ് അവേയിൽ തരാൻ പോകുന്ന സാധനമാണ് ഈ ഏഞ്ചൽ ഫിഷിൻ്റെ പെയറാണ്. അപ്പോൾ കുപ്പികളൊക്കെ നന്നായി കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുക്കണം, കാരണം വെള്ളത്തിൻ്റെ കുപ്പികൾ തന്നെയാണ് ഒട്ടുമിക്കതും. എന്നാലും പറയാൻ പറ്റില്ല ഇതിൽ വേറെ എന്തെങ്കിലും മിക്സ്ഡ് ഉണ്ടോ, പെട്രോൾ മേടിച്ച കുപ്പിയാണോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കുട്ടികളെ നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബെറ്റാ ഫിഷിൻ്റെ കുട്ടികൾ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത്. പലരും ഇപ്പോഴും വളരെ ചെറുതാണ്. അപ്പോൾ വലിയ വലിയ ആൾക്കാരെ പിടിച്ച് മാറ്റണം, അല്ലെങ്കിൽ അവർ ഫൈറ്റിങ് തുടങ്ങും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചിറകൊക്കെ കൊത്തി കളയും. അപ്പോൾ ഭംഗിയൊക്കെ പോവും, പിന്നെ ആർക്കും ഇഷ്ടമല്ലാണ്ടാവും. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ചെറുതിനെ മാറ്റിയാൽ പോരെ, അതല്ലേ നല്ലതെന്നാവും പലരും വിചാരിക്കുക. പക്ഷേ ഇവർ വലുതാവും തോറും ഇവർക്ക് ഒരു എന്താ പറയുക ഒരു അക്രമ സ്വഭാവം, ഒരു ഫൈറ്റർ ഫിഷിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് അവർ വരും. അപ്പോൾ അവർ ബാക്കിയുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്യാനും ബാക്കിയുള്ളവരെ ഈ ഫിന്നൊക്കെ കൊത്തി കളയാനൊക്കെ നോക്കും. അപ്പോൾ അത് വലിയ വലിയ അസുഖങ്ങൾ, അതായത് ഫിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പഴുപ്പും കാര്യങ്ങളൊക്കെ വരും, അങ്ങനെ ചത്തുപോകാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ ചില സമയത്ത് ഇവർക്ക് ആക്റ്റീവ് അല്ലാതായി മാറാം, ക്ഷീണം വരും ഫൈറ്റ് ചെയ്തിട്ട്, അങ്ങനെ ചത്തുപോകാം, ഫുഡ് എടുക്കാൻ പറ്റാതെ ചത്തുപോകാം. പിന്നെ അങ്ങനെ ചത്തുപോകാനൊന്നും അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടം പോലെ കാരണങ്ങൾ ചത്തുപോകാനായിട്ട് കിട്ടും, അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വലിയ വലിയ ആൾക്കാരെ എപ്പോഴും പിടിച്ച് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ചെറിയ ആൾക്കാർ അവിടെ നിന്ന് വളരട്ടെ. വലിയ ടാങ്കിൽ ചെറിയ ആൾക്കാർ കിടക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് വളർന്ന് വരാനുള്ളൊരു സൗകര്യം കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെറ്റാ ഫിഷ് എഗ്ഗ് ചെയ്ത് ഫ്രീസിമായി അന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കുപ്പിയിലിട്ട് ബോട്ടിൽ ചെയ്ത് വേണമെങ്കിൽ വളർത്താൻ പറ്റും. അല്ലാണ്ട് ബോട്ടിൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രായമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അവരെ ബോട്ടിൽ ചെയ്ത് വളർത്താൻ പറ്റും. അല്ലാണ്ട് ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ദിവസം വെയിറ്റ് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഏറ്റവും ചെറിയ കുട്ടീനെ വരെ ബോട്ടിൽ ചെയ്ത് വളർത്താം. അവിടെ നിന്നിട്ട് അങ്ങനെ വളർന്ന് വന്നോളും. അതൊന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ബോട്ടിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഈ ഫിഷിനൊക്കെ കണ്ടുല്ലോ, ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 11 കുപ്പിയുണ്ട്. 11 ആൾക്കാരെ പതുക്കെ ഒന്ന് പിടിച്ച് മാറ്റാൻ പറ്റും നോക്കട്ടെ.
ഇപ്പോൾ ഈ വന്ന് നിൽക്കണ നിപ്പുണ്ടല്ലോ, അത് എന്നെ കാണുമ്പോൾ എപ്പോഴും വന്ന് നിൽക്കണ നിപ്പാണ് കേട്ടോ. നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടി വരാന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു മൂലയ്ക്ക് ഇപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പം ഇങ്ങോട്ട് വരും. കണ്ടില്ലേ, ഇത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്നുള്ളൊരു ധാരണയിലാണ് ഇവർ ഈ വരുന്നത്. കാരണം എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. ഇപ്പം എല്ലാവരും ഈ ഒരു സൈഡിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു കോർണറിലേക്ക് ഞാൻ നീങ്ങി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പം ഈ ഒരു കോർണറിലേക്ക് തന്നെ വരും. ഞാൻ കാണിച്ചത് ഈ കോർണറിലേക്ക് ഇപ്പം എല്ലാവരും വരുന്നത് കാണിച്ചത് കണ്ടില്ലേ. ഞാൻ ഈ കോർണറിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും ഈ കോർണറിലേക്ക് വന്നു തുടങ്ങി. കണ്ടില്ലേ, ഇത് ഫുഡിനോടുള്ള താല്പര്യം കൊണ്ടാണ്, അല്ല എന്നോടുള്ള താല്പര്യം കൊണ്ടൊന്നല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 11 ബോട്ടിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വെള്ളമൊന്നുമല്ല, ഇവർ കിടന്നിരുന്ന അതേ ടാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ടാങ്കിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് പുതിയ വെള്ളം കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും വരണ്ടാന്ന് വെച്ചിട്ടാണ് അതേ ടാങ്കിലെ അതേ വെള്ളം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും കൂടെ 11 പേരെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. 11 ഫിഷിനെ ഞാൻ പിടിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് വീണ്ടും നമുക്ക് കുറച്ചുകൂടി സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ചിലപ്പോൾ ചില അംഗവൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില സമയത്ത് ടൈല് കട്ടായിട്ടുള്ള ഫിഷുകളോ, അല്ലെങ്കിൽ പകുതി ടൈലില്ലാത്ത ഫിഷുകളോ, അതും അല്ലെങ്കിൽ വയറ് വീർത്തിട്ടുള്ള ഫിഷുകളോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഫിഷുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ അവരെ മാറ്റിയിടണം. അവർ ബോട്ടിൽ ഇട്ടിട്ടാൽ മതി, വേറൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടാൽ മതി. ഇവരെ കൂടെ ഇടാതെ വേറൊരു ബോട്ടിലേക്ക് മാറ്റിയിടണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കുറേയൊക്കെ അങ്ങനെ ഉണ്ടാവാം, ഒന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെയുള്ളവരെ മാറ്റിയിടുക. അപ്പോൾ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ബോട്ടിൽ ചെയ്യാൻ പറ്റും. നോക്കട്ടെ, കുറച്ചും കൂടി ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്നും അടുത്ത വലിയ വലിയ ആൾക്കാരെ പിടിച്ച് മാറ്റണം. അത് കഴിഞ്ഞിട്ടൊരു 3 മാസമൊക്കെ അവർക്ക് പ്രായമാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിൽ ആണാരാ പെണ്ണാരാന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ നേരത്തെ പെണ്ണുങ്ങളെല്ലാവരും പിടിച്ച് മാറ്റിയിട്ട് ഒരു വലിയ ടാങ്കിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ബോട്ടിലിങ് വളരെ ഈസിയായിട്ട് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ ആണ് പെണ്ണും കറക്റ്റായി മനസ്സിലാവണവരെ വെയിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പിടിച്ച് മാറ്റണ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. ബോട്ടിൽ കുറച്ച് വേണ്ടി വരും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കണം. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടാങ്കിലിട്ടതും അല്ലെങ്കിൽ നമുക്ക് വലിപ്പം നോക്കിയിട്ട് 3-4 ടാങ്കിലേക്കൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് സ്ഥലപരിമിതികളുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സ്ഥലപരിമിതികളുള്ള ആൾക്കാർക്ക് കൂടി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടില്ല, ഒരു ഗ്രീൻ പോലത്തെ ഒരു കുട്ടിയുണ്ട്. എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമായി. അതിന് ഞാൻ എന്തായാലും ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും വലുതാവുമ്പോൾ. അതുപോലെ നല്ല അടിപൊളി കുട്ടികൾ കുറച്ചുണ്ട്. എന്തായാലും ഒരു 1-2 പേർ എനിക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ഞാൻ എടുക്കും. ബാക്കിയൊക്കെ നമുക്ക് ഗിവ് അവേ ആയിട്ട് തന്നെ ഒരാഴ്ചയായിട്ട് 2-3 പേരൊക്കെ ഗിവ് അവേ വെച്ച് പഠിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗിവ് അവേസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഗിവ് അവേസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഗിവ് അവേസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത 5000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗിവ് അവേ കാര്യം മറക്കണ്ട. ഫസ്റ്റ് പ്രൈസ് നീ കാണുന്ന പെയറാണ്. നല്ല കിടിലൻ പെയറാണ്. ലൈനൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും 5000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവരെ തന്നെ ഗിവ് അവേ ചെയ്യാം. ഫസ്റ്റ് പ്രൈസായിട്ട് ഇവരേക്കും വയ്ക്കാം. പിന്നെ 5 പ്രൈസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പതുക്കെ പറയാം. എന്തായാലും 5000 ആവാനായിട്ട് ഇനി കുറച്ചുകൂടി മതിയെന്ന് തോന്നുന്നുണ്ട്. ഒരു 20 സബ്സ്ക്രൈബേഴ്സ് മറ്റോ കുറവുള്ളൂന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, നമുക്ക് അപ്പോഴേക്കും നോക്കാം. എന്തായാലും സെറ്റായി വരട്ടെ. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ആരും മറന്നു പോകണ്ട. നല്ല അടിപൊളി ഗിവ് അവേസ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. അതുപോലെ 5000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ 5 പേർക്ക് പ്രൈസ് കിട്ടുന്ന രീതിയിലുള്ളൊരു വലിയ ഗിവ് അവേ ആണ് നമ്മൾ ചെയ്യുന്നത്. അതൊട്ടും മോശമാക്കാത്ത രീതിയിൽ തന്നെയായിരിക്കും ചെയ്യുക. എന്തായാലും അത്യാവശ്യം നല്ല നല്ല സാധനങ്ങൾ തന്നെ തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി പെയറിനെ തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ താഴെ നമ്മൾ അടുത്തൊരു ഏഞ്ചൽ ഫിഷിൻ്റെ പെയറുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ഗിവ് അവേയിൽ നമ്മൾ അടുത്ത ഗിവ് അവേയിൽ അവരെ നമ്മൾ ഇറക്കും. അപ്പോൾ ഓരോ ഗിവ് അവേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗിവ് അവേ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഗിവ് അവേസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം.